ആനയും അണ്ണാനും ഓരോരോ പ്ലാവ് നട്ടു. കുട്ടികളെ, ഇവിടെ ഒരാനയും ഒരണ്ണാനും ഓരോ പ്ലാവിൻ തൈ നട്ടു. ഇരുവരും ഒരു പുതിയ ചെടി വളർത്താൻ തുടങ്ങി. ആന എന്നും നനച്ചുകൊടുത്തു. ആന എല്ലാ ദിവസവും തന്റെ പ്ലാവിന് വെള്ളമൊഴിച്ചു. ചെടിയെ നല്ലപോലെ പരിപാലിച്ചു. ആനയുടെ പ്ലാവ് വലുതായി വലുതായി വന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആനയുടെ പ്ലാവ് നന്നായി വളർന്നു. അത് വലിയൊരു പ്ലാവായി മാറി. അണ്ണാന്റെ പ്ലാവോ വെള്ളം കിട്ടാതെ കരിഞ്ഞും പോയി. പക്ഷെ അണ്ണാൻ തന്റെ പ്ലാവിനെ നോക്കിയില്ല, വെള്ളമൊഴിച്ചില്ല. അതുകൊണ്ട് പ്ലാവ് ഉണങ്ങി കരിഞ്ഞുപോയി. കുട്ടികളെ, ചെടികൾ നന്നായി വളരാൻ എന്തൊക്കെ വേണം? അതെ, വെള്ളം, സൂര്യപ്രകാശം, വായു, സ്നേഹത്തോടെ പരിപാലിക്കൽ എന്നിവ വേണം. ആനയുടെ പ്ലാവിൽ ഒരുപാട് ചക്കണ്ടായി. കുറച്ചു നാളുകൾക്ക് ശേഷം ആനയുടെ പ്ലാവിൽ ധാരാളം ചക്കകളുണ്ടായി. പ്ലാവ് നിറയെ വലിയ ചക്കകൾ കായ്ച്ചു. അത് കണ്ട് അണ്ണാന് കൊതി മൂത്തു. അത് കണ്ടപ്പോ അണ്ണാന് ചക്ക തിന്നാൻ വലിയ ആഗ്രഹമായി. ആന കാണാതെ അണ്ണാൻ പ്ലാവിൽ കയറി ഒരു ചക്ക തിന്നു. ആന കാണാത്ത സമയത്ത് അണ്ണാൻ ഒളിച്ചുകൊണ്ട് പ്ലാവിൽ കയറി ഒരു ചക്ക പറിച്ചു തിന്നു. ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ ഇറങ്ങിപ്പോരേം ചെയ്തു. ചക്ക തിന്നിയ ശേഷം അണ്ണാൻ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന പോലെ താഴെ ഇറങ്ങി നടന്നു. കുട്ടികളെ, മറ്റൊരാളുടെ സാധനം ചോദിക്കാതെ എടുക്കാമോ? ഇല്ല, ആദ്യം അനുവാദം ചോദിക്കണം. ഒരു ചക്ക കാണാനില്ലല്ലോ, അണ്ണാനോടൊന്ന് ചോദിക്കുക തന്നെ, ആന വിചാരിച്ചു. ആന ചക്ക എണ്ണിയപ്പോ ഒരു ചക്ക കാണാനില്ലെന്ന് മനസ്സിലായി. അപ്പോൾ അണ്ണാനോട് ചോദിക്കാമെന്ന് വിചാരിച്ചു. നീ എന്റെ ചക്ക തിന്നോ? ആന അണ്ണാനോട് നേരിട്ട് ചോദിച്ചു. തിന്നുലോ? ഛിൽ ഛിൽ ഛിൽ. ഞാനൊരു ചക്ക തിന്നൂലോ, അണ്ണാൻ പറഞ്ഞു. അണ്ണാൻ ചക്ക തിന്നിട്ടും ഞാൻ തിന്നില്ല എന്ന് കള്ളം പറഞ്ഞു. കുട്ടികളെ, കള്ളം പറയുന്നത് നല്ല ശീലമാണോ? അല്ല, എപ്പോഴും സത്യം പറയണം. ആനയ്ക്ക് ദേഷ്യം വന്നു. അണ്ണാനെ എടുത്ത് ഒരൊറ്റയേറ്. അണ്ണാൻ കള്ളം പറഞ്ഞപ്പോ ആനയ്ക്ക് വളരെ ദേഷ്യം വന്നു. ദേഷ്യത്തിൽ ആന അണ്ണാനെ എടുത്ത് ദൂരെ എറിഞ്ഞു. ആന ചെയ്തത് ശരിയായിരുന്നോ? അല്ല. ദേഷ്യം വന്നാലും ആരെയും ഉപദ്രവിക്കരുത്. ശാന്തമായി സംസാരിച്ച് പ്രശ്നം പരിഹരിക്കണം. അണ്ണാൻ ചെന്നു വീണതോ ഒരെണ്ണക്കുടത്തിൽ. കുട്ടികളെ, ആന അണ്ണാനെ എറിഞ്ഞപ്പോൾ അണ്ണാൻ ഒരു എണ്ണക്കുടത്തിൽ വീണു. ശരീരം മുഴുവൻ എണ്ണയായി. അവിടെ നിന്നെണീറ്റ് അണ്ണാൻ പറഞ്ഞു, നിന്റെ ചക്കയും തിന്നോ? എണ്ണയും തേച്ചു. എണ്ണയിൽ നിന്ന് എഴുന്നേറ്റ അണ്ണാൻ പേടിച്ചില്ല. പകരം കളിയാക്കി പാട്ടുപാടാൻ തുടങ്ങി. അവൻ പറയുന്നത് ഇങ്ങനെയാണ്: നിന്റെ ചക്കയും തിന്നു, എണ്ണയും തേച്ചു. അണ്ണാൻ ആനയെ കളിയാക്കുകയാണ്. ആനയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നു. ആന അണ്ണാനെ എടുത്ത് ഒരൊറ്റയേറ്. അണ്ണാൻ കളിയാക്കിയപ്പോ ആനയ്ക്ക് വീണ്ടും ദേഷ്യം വന്നു. അതിനാൽ ആന വീണ്ടും അണ്ണാനെ എടുത്ത് ദൂരേക്കെറിഞ്ഞു. അണ്ണാൻ ചെന്നു വീണതോ ഒരു വാഗപാത്രത്തിലും. ഇത്തവണ അണ്ണാൻ വാഗ സുഗന്ധപ്പൊടി നിറച്ച പാത്രത്തിൽ വീണു. ശരീരത്തിൽ വാഗയും പറ്റി. നിന്റെ ചക്കയും തിന്നു, എണ്ണയും തേച്ചു, വാഗയും തേച്ചു. അണ്ണാൻ വീണ്ടും പാട്ടുപാടി. ഇപ്പോ പുതിയൊരു വരി കൂടി ചേർത്തു: നിന്റെ ചക്കയും തിന്നു, എണ്ണയും തേച്ചു, വാഗയും തേച്ചു. അവൻ സന്തോഷത്തോടെ കളിക്കുകയാണ്. ആനയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നു. അണ്ണാൻ ഓരോ തവണയും കളിയാക്കുമ്പോൾ ആനയുടെ ദേഷ്യം കൂടിക്കൊണ്ടിരുന്നു. അണ്ണാൻ ചെന്നു വീണതോ ഒരു താളിപ്പാത്രത്തിലും. വീണ്ടും എറിഞ്ഞപ്പോൾ അണ്ണാൻ താളി മഞ്ഞൾപ്പൊടി പോലുള്ള സുഗന്ധപ്പൊടിയുള്ള പാത്രത്തിൽ വീണു. ഇപ്പോൾ ശരീരത്തിൽ താളിയും പറ്റി. നിന്റെ ചക്കയും തിന്നു, എണ്ണയും തേച്ചു, വാഗയും തേച്ചു, താളിയും തേച്ചു. അണ്ണാൻ വീണ്ടും പുതിയ വരി ചേർത്ത് പാടി. ഇപ്പോൾ അവൻ കൂടുതൽ സന്തോഷത്തോടെ കളിയാക്കുന്നു. കുളിക്കുകയും ചെയ്തു. പിന്നീട് അണ്ണാൻ വെള്ളത്തിലും വീണു. അവൻ കുളിച്ചുവെന്നും പാട്ടിൽ ചേർത്തു. കുളിക്കുകയും ചെയ്തു. അണ്ണാൻ ചെന്നു വീണതോ ആനയുടെ പ്ലാക്കൊമ്പിലും. അവസാനം ആന എറിഞ്ഞപ്പോൾ അണ്ണാൻ വീണ്ടും ആനയുടെ പ്ലാവിന്റെ കൊമ്പിൽ തന്നെ ചെന്നെത്തി. അവിടെ വാലാട്ടി സന്തോഷത്തോടെ ഇരുന്നു. നിന്റെ ചക്കയും തിന്നു. പ്ലാവിൻ കൊമ്പിലെത്തി. ഇപ്പോൾ അണ്ണാൻ എല്ലാ വരികളും ചേർത്ത് ഒരു രസകരമായ പാട്ടായി പാടി. അവൻ ആനയെ വീണ്ടും വീണ്ടും കളിയാക്കുകയായിരുന്നു. ഇനിയിപ്പോ ഈ അണ്ണാനെ എന്താ ചെയ്യാ? കുട്ടികളെ, കഥയുടെ അവസാനം ആന ചിന്തിച്ചു, ഇനി ഈ അണ്ണാനെ എന്തു ചെയ്യും? എത്ര തവണ എറിഞ്ഞിട്ടും അണ്ണാൻ വീണ്ടും തിരിച്ചു വന്നു. അതിനാൽ ആനയ്ക്കിനി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്: മറ്റുള്ളവരുടെ സാധനം അനുവാദമില്ലാതെ എടുക്കരുത്, കള്ളം പറയരുത്, മറ്റുള്ളവരെ കളിയാക്കുകയോ പ്രകോപിപ്പിക്കുകയോ ചെയ്യരുത്. ദേഷ്യം വന്നാൽ അടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്നത് ശരിയല്ല. പ്രശ്നങ്ങൾ ശാന്തമായി സംസാരിച്ച് പരിഹരിക്കണം.